നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മാർച്ച് മാസത്തെ അനിഴ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അനിഴ നക്ഷത്രക്കാർക്ക് നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള ഒരു യോഗമായിരുന്നു ഈ മാസത്തിലുണ്ടായിരുന്നത്. അതായത് ജനുവരി മാസത്തിലുണ്ടായിരുന്നതും ഫെബ്രുവരി മാസത്തിലുണ്ടായിരുന്നതും. മാർച്ച് മാസത്തിലും വലിയ കുഴപ്പമില്ലാതെ തന്നെ സാമ്പത്തികമായിരിക്കുന്ന രീതിയിൽ നല്ല അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകാനായിട്ടുള്ള യോഗമാണ് അനിഴ നക്ഷത്രക്കാർക്ക് കാണുന്നത്. എന്നാൽ 6ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. കുറച്ച് വ്യാഴപ്പഴമുള്ളൊരു സമയമാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങണം എന്ന് പറയുന്നൊരവസ്ഥയാണ് കാണുന്നത്. 14-ാം തീയതി വരെ കുംഭൻ രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ കർമാധിപതിക്ക് കർമ്മത്തിലേക്ക് ദൃഷ്ടിയുള്ളത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. കാരണം അഗ്നികാരകനായിരിക്കുന്ന സൂര്യൻ ചൊവ്വയോട് യോഗം ചെയ്തിട്ട് 4ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് വീട് വിട്ട് നിൽക്കാനിട വരിക, അനാവശ്യമായിട്ടുള്ള യാത്രകൾ വേണ്ടി വരിക, മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ളത് കാരണം കൊണ്ടോ, വീട്ടിലുള്ള വേണ്ടപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലും അസുഖം പോലെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടോ, സാമ്പത്തികമായിരിക്കുന്ന ഞെരുക്കങ്ങളുള്ളത് കൊണ്ടോ, മാനസികമായിട്ട് ഭവന സംബന്ധമായിട്ട് കുറച്ച് ടെൻഷനും ദുഃഖവും അനുഭവപ്പെടാനായിട്ട് സാധ്യതയുള്ള സമയമാണ്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യമെടുത്തേട്ടം പോലെയുള്ള കാര്യങ്ങൾ, തലവേദന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഉണ്ടാകാനൊക്കെ യോഗമുണ്ട്. ചൊവ്വ 15-ാം തീയതിയാണ് കുംഭൻ രാശിയിലേക്ക് മാറുന്നത്. അതുവരെ ഉച്ചബലവാനായിട്ട് നിൽക്കുന്ന ചന്ദ്രലഗ്നാധിപതിയായ ചൊവ്വ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും വളരെ ആത്മവിശ്വാസവും ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണങ്ങളും നേട്ടങ്ങളും ഒക്കെ അനുഭവിക്കാൻ ഇടവരുത്തുകയും 15-ാം തീയതിക്ക് ശേഷം കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാതിരിക്കുകയും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ, നിയമപരമായിരിക്കുന്ന ചെറിയ പ്രതിസന്ധികൾ, എന്തെങ്കിലും ലോണോ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ പേപ്പർ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒക്കെ കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് അനുഭവപ്പെടാനായിട്ട് സാധ്യതയുള്ള സമയമാണ്. അതേപോലെ തന്നെ 5ാം ഭാവത്തിൽ അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ്. ആ രാഹുവിനോട് യോഗം ചെയ്ത് നീചത്തിലാണ് ബുധൻ പോയി നിൽക്കുന്നത്. ലാഭാധിപതി നീചത്തിലേക്ക് പോയത് കാരണം കൊണ്ട് പ്രതീക്ഷിക്കുന്ന രീതിയിൽ സാമ്പത്തികമായിരിക്കുന്ന നേട്ടമില്ലാതെ കൊണ്ട് ഇരിക്കുന്നത് കൊണ്ടുള്ള മാനസിക ടെൻഷൻ അനുഭവിക്കാൻ ഇടവരാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം. നാഗപൂജ മുടങ്ങാതെ ചെയ്യണം. അതുപോലെ തന്നെ ഗണപതി ഹോമം ചെയ്യണം. ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. കാരണം നല്ല പ്രതീക്ഷയും ഉത്സാഹമൊക്കെ തരുമെങ്കിലും കണ്ടശനിയുടെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ട് ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്തുകൊണ്ട് വ്യാഴപ്പിഴവിനുള്ള പരിഹാരം വരുത്താനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ ഉത്സാഹം വർദ്ധിക്കും. അതേപോലെ തന്നെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനായിട്ട് യോഗം ഉണ്ടാകും. മാനസികമായിട്ടുള്ള സുഖം അനുഭവിക്കാനും ദാമ്പത്യ സുഖം അനുഭവിക്കാനും യോഗം ഉണ്ടാകും. പുതിയ പ്രേമബന്ധങ്ങളൊക്കെ തുടങ്ങാനായിട്ട് യോഗമുള്ളൊരു സമയമായിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ശുക്രന് മന്ദയോഗം എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം കൊണ്ട് ശാരീരികമായിട്ടുള്ള ബന്ധപ്പെടൽ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ താല്പര്യക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും ചെറിയൊരു സന്യാസ യോഗവും കൂടെ 15-ാം തീയതിക്ക് ശേഷം അനുഭവത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസത്തിൽ നല്ല വഴിപാടൊക്കെ ചെയ്താൽ ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.